കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ടതിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമായിരിക്കുന്നു. വൈസ് ചാൻസലർ വിളിച്ച യോഗത്തിലാണ് ഈ മാസം 7-ന് പരീക്ഷ നടത്താൻ തീരുമാനമെടുത്തത്. വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കില്ല. അധ്യാപകനെ സർവകലാശാല പരീക്ഷ നടത്തിപ്പിൽ നിന്ന് പൂർണ്ണമായി ഡീബാർ ചെയ്യുമെന്നും സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ പറഞ്ഞു. വീണ്ടും പരീക്ഷ എഴുതുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. മോഹനൻ കുന്നുമേൽ കേരള വൈസ് ചാൻസലർ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇവിടെ അറിയിക്കാൻ അദ്ദേഹം വൈകി. അദ്ദേഹം പോലീസ് കംപ്ലൈന്റ് കൊടുത്തെങ്കിലും അദ്ദേഹം ഇവിടെ അല്ല തീർച്ചയായിട്ടും അല്ല, ഞാനതുകൊണ്ടാണല്ലോ പറഞ്ഞത് വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീഴ്ച അതിൻ്റെ എക്സ്പ്ലനേഷൻ കുറേയൊന്നും ജസ്റ്റിഫയബിൾ അല്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് ദെൻ വി ഹാവ് ടു സോൾവ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ സ്റ്റുഡൻസ് ഓൾസോ. ഏതാ? ഇല്ലില്ല, ഈ മൂല്യനിർണ്ണയത്തിന് വൈകുന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. കേന്ദ്രീകൃതമായ മൂല്യനിർണ്ണയം എന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൽ വന്നിട്ട് ആൻസർ പേപ്പർ കൊണ്ടുപോകുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഗവൺമെൻറ് കോളേജിലോ എയ്ഡഡ് കോളേജിലോ അധ്യാപകർക്ക് വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്ക് അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് വരാം. അവരുടെ സാലറി ആരും തൊടില്ല. പക്ഷേ ഇവർ ഡെയിലി വേജസാണ്. അത് വാസ്തവത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തന്നെ ഒരു ഗുരുതരമായൊരു പ്രശ്നമാണ്. ഞാൻ ആ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഡെയിലി വേജസിന് അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള ഈ വിദ്യാഭ്യാസ രീതി ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് വാല്യൂ ചെയ്യുന്ന പൈസയും കിട്ടുന്നില്ല, അവർക്ക് ആ ദിവസത്തെ വേതനവും കിട്ടുന്നില്ല. വാല്യൂ ചെയ്യുന്ന പൈസ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം യൂണിവേഴ്സിറ്റിക്കുണ്ട്. യൂണിവേഴ്സിറ്റി അത് നൽകും. അത് തീർച്ചയായിട്ടും ഇൻറ്റേർണലായിട്ട് നടപടി ഉണ്ടാവും. അതിൻ്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് കൺട്രോളറോടും രജിസ്ട്രാറോടും അതുപോലെ തന്നെ നമ്മുടെ IQAC ഡയറക്ടറും അവർ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. അതൊരു ഇൻറ്റേർണൽ എൻക്വയറി ആയിട്ട് ഉണ്ടാവുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇൻറ്റേർണലായിട്ടുണ്ടാവും. S3 അല്ല S4 വാല്യുവേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഒരു വിതിൻ എ മന്ത് അല്ലേ, വിതിൻ എ മന്ത് S4 റിസൾട്ടും വരും. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഇവരുടെ MBA കംപ്ലീറ്റ് ചെയ്യും. ഈ വർഷം തീർച്ചയായിട്ടും ഈ വർഷം ഏപ്രിലേ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്. അല്ല, അതിനകത്ത് നടന്നിരിക്കുന്ന കാര്യം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യട്ടെ. അതിൻ്റെ മുകളിൽ ഞാനുണ്ടല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. അല്ലല്ല, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. അതായത് വാല്യുവേഷന് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുമ്പം അധ്യാപകരെ വരുന്നില്ല. ഓരോരുത്തരെ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് കൊടുക്കുന്നത്. അധ്യാപകർ വരുന്നില്ല. അപ്പോൾ ഈ പേപ്പർ ഇവിടെ അടുക്കി വെച്ചിട്ട് വെറുതെ ഇരിക്കുകയല്ല. കേരള സർവകലാശാലയിൽ ഉത്തരപേപ്പർ നഷ്ടമായ MBA പരീക്ഷ വീണ്ടും നടത്താനാണ് തീരുമാനമായിരിക്കുന്നത്. അധ്യാപകനെതിരെ കർശന നടപടിയെടുക്കും. പരീക്ഷയെ നേരത്തെ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ നടത്തുന്നതിനെ എതിർത്തിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയാണ് വീണ്ടും പരീക്ഷ നടത്താൻ പോകുന്നത് എന്നതാണ്. TV പ്രസാദ് ചേരുന്ന വിശദാംശങ്ങളുമായി. പ്രസാദ്, വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. അതും വളരെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് പരീക്ഷ നടത്താൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൽ വലിയ ആശങ്ക അറിയിച്ചിരുന്നു. പരീക്ഷ ഒഴിവാക്കി പകരം ആവറേജ് മാർക്ക് നൽകി വിജയിപ്പിക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ സർവകലാശാല തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലേ?
കുട്ടികളുടേതല്ലാത്ത കാരണത്തിലാണ് കുട്ടികൾ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടിന് ഇരയാവുന്നത്. വിനീത, നമുക്കറിയാവുന്നതുപോലെ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് ഒരു അധ്യാപകൻ നഷ്ടപ്പെടുത്തിയത്. ക്യാമ്പ് വാല്യുവേഷൻ നടത്താതെ ബണ്ടിൽ വാല്യുവേഷൻ വീട്ടിലേക്ക് കൊടുത്തുവിട്ട് പരീക്ഷ ഉത്തരപേപ്പർ നോക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് 3 മാസം കഴിയുന്ന സമയത്താണ് സർവകലാശാല വീണ്ടും പരീക്ഷ വയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തത്. ഏപ്രിൽ 7-ാം തീയതിയാണ് പരീക്ഷ എന്ന മെയിലാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾക്ക് കിട്ടുകയും ചെയ്തത്. തീരെ ഗൗരവമില്ലാതെയാണ് ഈ വിഷയത്തെ സർവകലാശാല കൈകാര്യം ചെയ്തതും. കാരണം 3-ാം സെമിസ്റ്റർ പരീക്ഷ എഴുതി മാസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഉത്തരക്കടലാസ് നോക്കുന്നതിന് വേണ്ടി അധ്യാപകനെ ഏൽപ്പിക്കുന്നത്. ജനുവരി മാസം 13-ാം തീയതി നഷ്ടപ്പെട്ടു. ജനുവരി 15-ന് അധ്യാപകൻ അത് സർവകലാശാലയെ അറിയിക്കുകയും ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 മാസം വേണ്ടി വന്നു സർവകലാശാലയ്ക്ക് പരീക്ഷ നടത്താൻ, അതല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം 1 വർഷം മുമ്പ് എഴുതി കഴിഞ്ഞ പരീക്ഷ എങ്ങനെ ഇനി ഒരാഴ്ച ഗ്യാപ്പിൽ എഴുതും എന്നതാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച പോലും ഇല്ല, 3-4 ദിവസങ്ങൾ മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത്. ഈ പ്രസാദ്, അവർ അടുത്ത സെമസ്റ്ററിലൊക്കെ പരീക്ഷ എഴുതി അതിന്റെ ഫലമൊക്കെ കാത്തിരിക്കുന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. പലരും വിദേശത്ത് പോയവരൊക്കെ ഉണ്ടല്ലേ, അവരൊക്കെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് തന്നെയാണ് ഇതിന് ഗുരുതരമായ ഒരു പ്രശ്നമുള്ളത്. വിനീത പറഞ്ഞതുപോലെ 3-ാം സെമിസ്റ്റർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 4-ാം സെമിസ്റ്റർ പരീക്ഷയും എഴുതി റിസൾട്ടിന് കാത്തു നിൽക്കുന്ന സമയത്ത് നിരന്തരം അവർ സർവകലാശാലയിൽ അന്വേഷിക്കുമായിരുന്നു. ആ സമയത്താണ് അവർ ആ വിവരം അറിയുന്നത്. ആ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് മാധ്യമങ്ങളിൽ ഇത് വാർത്തയാവുകയും ചെയ്തത്. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. അതായത് സമീപകാല കേരളത്തിൽ ഇല്ലാത്ത രീതിയിലാണ് 71 കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ കാണാതാകുന്ന സ്ഥിതി സർവകലാശാലയിൽ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ വൈസ് ചാൻസലർ തന്നെ യോഗം വിളിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞതാണ് ഏപ്രിൽ 7-ന് പരീക്ഷ നടക്കുമെന്ന്. ആ തീരുമാനത്തിൽ നിന്ന് സർവകലാശാല പിന്നോട്ട് പോകുന്നില്ല. 71 വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത് പരീക്ഷ നടത്താതെ ഈ 3 സെമിസ്റ്ററുകളുടെ ആവറേജ് വെച്ചിട്ടുള്ള ഒരു മാർക്ക് തരണം എന്നാണ്. പക്ഷേ ആ തീരുമാനത്തിലേക്ക് സർവകലാശാല പോകുന്നില്ല. വിനീത, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിങ്കളാഴ്ച വീണ്ടും 3-ാം വർഷം MBA പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തി ഫലം പ്രസിദ്ധീകരിക്കുക എന്നതാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. വിവാദമുണ്ടായതിന് പിന്നാലെ ഇപ്പോൾ വൈസ് ചാൻസലർ തന്നെ വിളിച്ച യോഗത്തിലാണ് തീരുമാനമെന്ന് TV പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നു.